ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവർ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 62 ഷറഹ് തുടരുന്നു. വഫിൽ ഹദീസിലുണ്ട് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവர்களോട് പറഞ്ഞു, വഅലം നീ അറിയണം, അന്നൽ ഖൽഖ ലബിജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക് വലബിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. വഅലം നീ അറിയണം, അന്നൽ ഖൽഖ നിശ്ചയം സൃഷ്ടികൾ പടപ്പുകൾ, ലബിജ്തമഉ അവർ ഒരുമിച്ച് കൂടിയാലും അലാ അൻ യൻഫഉക ബിശൈഇൻ നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട്, ലം യൻഫഉക അവർ നിനക്ക് ഉപകാരം ചെയ്യുകയില്ല, ഇല്ലാ ബിശൈഇൻ ഒരു കാര്യം കൊണ്ടല്ലാതെ ഖദ് കതബഹു അല്ലാഹു അലൈക ലക് ഖദ് കതബഹു അല്ലാഹു ലക് താങ്കൾക്ക് അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഉപകാരമല്ലാതെ ജനങ്ങൾ മൊത്തം ഒരു ഉപകാരം ചെയ്യാൻ താങ്കൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയാലും അത് നടക്കില്ല. അള്ളാഹു എന്താണോ കരുതിയിട്ടുള്ളത്, അള്ളാഹു എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് നിശ്ചയിച്ചത് മാത്രമേ നടക്കൂ. വലവിജ്തമഉ ഇനി അവർ ഒരുമിച്ച് കൂടിയാൽ അലാ അൻ യദുറൂക ബിശൈഇൻ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ, ലം യദുറൂക അവർ താങ്കളെ ബുദ്ധിമുട്ടിക്കുകയില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക താങ്കൾക്കെതിരെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ടല്ലാതെ. അപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടി ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ തുനിഞ്ഞാലും അത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരം നിശ്ചയിച്ചതല്ലാതെ സംഭവിക്കുകയില്ല എന്ന്. റുഫിഅത്തിൽ അഖ്ലാം പേനകൾ, അഖ്ലാം കലമുകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. വജഫത്തിസ് സുഹുഫ് സുഹുഫ് താളുകൾ ഉണങ്ങി ഇരിക്കുന്നു എന്ന്. ഫൽ ഉമൂറു കുല്ലുഹാ മർജിഉഹാ ഇലല്ലാഹി സുബ്ഹാനഹു വതആല അപ്പോൾ കാര്യങ്ങൾ എല്ലാം, അതായത് അതിൻ്റെ മടക്കം അതെല്ലാം മടങ്ങുന്നത് എവിടേക്കാണ്? മടക്കസ്ഥാനം അള്ളാഹുവിലേക്കാണ്. ഫഹുവല്ലദീ യസ്തഹിഖു അൻ യുഅബദ അപ്പോൾ അവനാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളത്. വ അൻ യുതവക്കല അലൈഹി തവക്കുൽ ചെയ്യപ്പെടാൻ, ഭരമേൽപ്പിക്കപ്പെടാൻ, വഅയ്യുദുആ പ്രാർത്ഥിക്കപ്പെടാൻ, ദുആ അർപ്പിക്കാൻ, വയുർജാ റജാ അർപ്പിക്കപ്പെടാൻ, റജാ അവനിലാണ് വേണ്ടത്. വയുഖാഫു ഭയപ്പെടാൻ, അതായത് അവനെയാണ് ഭയക്കേണ്ടത്. സുബ്ഹാനഹു വതആല അവൻ പരിശുദ്ധനാണ്, അത്യുന്നതനാണ്. വമാ അദാഹു അവൻ അല്ലാത്തതൊക്കെ ഫഇന്നഹു ഖൽഖുൻ മിൻ ഖൽഖില്ലാഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടികൾ മാത്രമാണ്, അല്ലെങ്കിൽ സൃഷ്ടി മാത്രമാണ്. മുസഖറും ബിയദില്ലാഹി സുബ്ഹാനഹു വതആല അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൈക്ക് കീഴ്പ്പെട്ടവരാണ്, അധീനപ്പെട്ടവരാണ്. ഇൻഷാ സല്ലതഹു അലൈക് അവൻ ഉദ്ദേശിച്ചാൽ അത് ഏത് പടപ്പിനെയാണെങ്കിലും അള്ളാഹു നിനക്കുമേൽ അതിന് അധികാരം നൽകാം. വ ഇൻഷാ മനഅഹു അൻക് ഇനി അവൻ ഉദ്ദേശിച്ചാൽ അതിനെ അള്ളാഹു നിന്നെ തൊട്ട് തടയുകയും ചെയ്യാം. മാ ഫിൽ അർദി മിനൽ അശ്റാരി മിൻ ബനി ആദമ വമിന ശയാത്തീനി വമിനൽ ജിന്നി വമിനൽ ഇൻസി വമിനൽ ഹയ്യാത്തി വസ്സിബാഇ വമിൻ സാഇരിൽ അശ്യാഇ ദ്ദാറ ഭൂമിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ, മാ ഫിൽ അർദി മിനൽ അശ്റാർ തിന്മകളിൽ നിന്നുള്ള കാര്യങ്ങൾ, മിൻ ബനി ആദം മനുഷ്യ സന്തതികളിൽ നിന്ന് വരുന്ന തിന്മകൾ, ഒമിനൽ ഷയാത്തീൻ പിശാചുക്കളിൽ നിന്ന്, ഒമിനൽ ജിന്നി ജിന്നുകളിൽ നിന്ന്, ഒമിനൽ ഇൻസി മനുഷ്യരിൽ നിന്ന്, ഒമിനൽ ഹയ്യാത്തി പാമ്പുകളിൽ നിന്ന്, വസ്സിബാഇ വന്യജീവികളിൽ നിന്ന്, ഒമിൻ സാഇരിൽ അശ്യാഇ ദ്ദാറ ഉപദ്രവം ഉണ്ടാക്കുന്ന മറ്റു വസ്തുക്കളിൽ നിന്ന് ഒക്കെ, കുല്ലുഹാ ബിയദില്ലാഹി സുബ്ഹാനഹു വതആല എല്ലാം അള്ളാഹുവിൻ്റെ കൈക്കാണ്. ഇൻഷാ സല്ലതഹ അലൈക് അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിന് നിനക്ക് മേൽ അള്ളാഹു ആധിപത്യം നൽകും. വ ഇൻഷാ അംസകഹ അൻക ഇനി അവൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അതിനെ നിന്നെ തൊട്ട് പിടിച്ചു വെക്കും. ഫലാ തഖഫ് മിൻ ഗൈരില്ലാഹി അസ്സ വജൽ അതിനാൽ അള്ളാഹു അസ്സ വജലിനെ അല്ലാതെ നീ ഭയക്കേണ്ട. വകദാലികൽ ഖൈറു ബിയദില്ലാഹി സുബ്ഹാനഹു വതആല അപ്രകാരം തന്നെ നന്മ അതും അള്ളാഹുവിൻ്റെ കൈക്കാണ്. സുബ്ഹാനഹു വതആല അവൻ പരിശുദ്ധനാണ്, അത്യുന്നതനാണ്. അള്ളാഹു പറയുന്നു, ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ ബിയദിക്കൽ ഖൈർ നിൻ്റെ കൈക്കാണ്
നന്മ. ഇന്നക നിശ്ചയം നീ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് പറയാം. നമുക്ക് പഠിപ്പിക്കപ്പെട്ട ദിക്റുകളിലൊക്കെ ഉണ്ടല്ലോ. ബിയദിഹിൽ ഖൈർ, അതായത് അവൻ്റെ കൈക്കാണ് നന്മ. ഫല യംലികു അഹദും മിനൽ ഖൽഖി, അപ്പോൾ സൃഷ്ടികളിൽ നിന്ന് ആരും ഉടമപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അതിന് കഴിയില്ല അൻ യുഅ്തീക ഷൈഅൻ മിനൽ ഖൈരി, നന്മയിൽ നിന്ന് ഒന്നും നിനക്ക് നൽകാൻ കഴിയില്ല. ഇല്ല ഇദാ അറാദഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അത് ഉദ്ദേശിച്ചാലല്ലാതെ. വയകൂനു ഹാദ ഷൈഉ സബബുൻ ഫഖത്ത്, അപ്പോൾ സൃഷ്ടി ഈ കാര്യം എന്നത് ഒരു കാരണം മാത്രം ആകുന്നതാണ്. അജ്റല്ലാഹു അലാ യദിഹി അൽ ഖൈറ ലക്, അപ്പോൾ ഏത് വഴിക്ക് ഒരു പടപ്പിൻ്റെ വഴിക്ക് നിനക്ക് നന്മ വന്നാൽ അള്ളാഹു അതിൻ്റെ കൈക്ക് നിനക്ക് ആ ഖൈറ് നടത്തിത്തരുന്നു എന്ന് മാത്രം. ഔ സബബുൻ അജ്റല്ലാഹു അലാ യദിഹി ളററു അലൈക്, അതേപോലെ തിന്മയുടെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പ്രയാസത്തിൻ്റെ വിഷയമാണെങ്കിലും അള്ളാഹു അത് ആ സൃഷ്ടിയുടെ കൈക്ക് നടത്തുന്നു, അതൊരു സബബ് അള്ളാഹു നടത്തുന്നു എന്ന് മാത്രം. ഫഹിയ മുജറദുൻ അസ്ബാബ്, അപ്പോൾ അതെന്താണ്, വെറും കാരണങ്ങൾ, സബബുകൾ മാത്രമാണ്. വയില്ല ഫമാ മിൻ ശക്കിൻ അന്ന നാറ തുഹറഖു വഅന്ന സബുഅ വയില്ല ഫമാ മിൻ ശക്കിൻ അന്ന നാറ തുഹരിഖു, അപ്പോൾ നമുക്ക് സംശയമില്ല സാധാരണ ഇതിൽ എന്താ സംഭവിക്കുക, തീ എന്നത് അത് കരിക്കുന്നതാണ്. വഅന്ന സബുഅ യഫ്തരിസു, വന്യമൃഗങ്ങൾ എന്താണ് കടിച്ചു കയറി കൊല്ലും, അത് ഇരയാക്കും അല്ലേ. അന്നൽ അദുവ യഫ്തികു ബിഅദുവിഹി, ശത്രുവിനെ കൊല്ലും. വലാ ശക്ക അന്നല്ലാഹ ഖലഖ അശ്യാഅൻ ഫീഹാ ളറർ, അല്ലാഹു ചില വസ്തുക്കൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട്, അതിൽ പ്രയാസങ്ങളുണ്ട്, ളററുകളുണ്ട്, അങ്ങനെയുള്ള വസ്തുക്കൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വലാകിൻ ഹാദിഹിൽ അശ്യാഉ ജുനൂദും മിൻ ജുനൂദില്ലാഹി സുബ്ഹാനഹു വ തആല, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജുനൂദിൽപ്പെട്ട ജുനൂദ് ആണ്, സൈന്യങ്ങളാണ്. നവാസി ഹാബിയതില്ല, എന്തിൻ്റെ ആണെങ്കിലും, നിൻ്റെ ഏത് ശത്രുവിൻ്റെ ആണെങ്കിലും, നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് പടപ്പിൻ്റെ ആണെങ്കിലും അതിൻ്റെയൊക്കെ നവാസി, നാസിയത്തിൻ്റെ ജമ നവാസി, എന്താണ് അതിൻ്റെയൊക്കെ മൂർധാവ് എവിടെ, അള്ളാഹുവിൻ്റെ കൈക്കാണ്, അള്ളാഹുവിൻ്റെ അടുത്താണ്. മാമിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹ, അള്ളാഹു പറയാണ് ഒരു ജീവിയുമില്ല അതിൻ്റെ നാസിയത്ത് അള്ളാഹുവിൻ്റെ കൈക്കല്ലാതെ, എല്ലാത്തിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കൈക്ക. ഫഇദാ അറാദല്ലാഹു സല്ലത അലൈക ഹാദിഹിൽ ജുനൂദ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ ജുനൂദിനെ അവൻ എന്ത് ചെയ്യും, നിനക്കെതിരിൽ അധികാരമുള്ളതാക്കും, സുൽത്താനിയത്തുള്ളതാക്കും. വഇദാ അറാദല്ലാഹു ഹബസ അൻക ഹാദിഹിൽ ജുനൂദ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ ജുനൂദിനെ, ആ സൈന്യത്തെ അള്ളാഹു നിനക്ക് മേൽ പിടിച്ചു വെക്കും. ഇദൻ ഫലാ തഅല്ലഖ് ഖൽബക ഇല്ലാ ബില്ലാഹി അസ്സ വജൽ, അതുകൊണ്ട് അല്ലാഹു അസ്സ വജല്ലാതെ നിന്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കണ്ട. വലാ തതവക്കൽ ഇല്ലാ അലൈഹി, അവൻ മേലല്ലാതെ നീ ഭരമേൽപ്പിക്കണ്ട. വലാ തുഫവ്വിദ് ഉമൂറക ഇല്ലാ അലൈഹി സുബ്ഹാനഹു വ തആല, അവൻ സുബ്ഹാനഹു വ തആല അവൻ്റെ മേലല്ലാതെ നീ കാര്യങ്ങൾ ഏൽപ്പിക്കണ്ട. വലാ യംനഉ ഹാദാ മിൻ അൻ തത്തഖിദൽ അസ്ബാബ അൽ ജാലിബത ലിൽ ഖൈരി വൽ അസ്ബാബ് അൽ വാഖിയത മിന അശ്ശരി. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തല്ല, നീ സബബുകളെ ആശ്രയിക്കേണ്ട, സ്വീകരിക്കേണ്ട എന്നല്ല. അൽ ജാലിബത ലിൽ ഖൈർ, നന്മ കൊണ്ടുവരുന്ന സബബുകൾ, കാരണങ്ങൾ, അത് തേടേണ്ട എന്നല്ല അതിനർത്ഥം. വൽ അസ്ബാബ് അൽ വാഖിയത മിന അശ്ശരി, തിന്മയിൽ നിന്ന് കാക്കുന്ന കാരണങ്ങൾ അത് നീ സ്വീകരിക്കേണ്ട എന്നല്ല. വലാകിന്നൽ ഇഅ്തിമാദ അലല്ലാഹി സുബ്ഹാനഹു വ തആല, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലെ ആയിരിക്കണം എന്ത്, നിന്റെ ഇഅ്തിമാദ്, അവലംബം എന്ന്. ഖൗലുഹു, അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ, ഹദീസ് റിപ്പോർട്ടർ പറഞ്ഞതാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ ആണല്ലോ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്രന്ഥത്തിൽ എന്താണ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കോട്ട് ചെയ്തത് ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന്. ഇബ്നു ഉബൈദ് അൽ ഖുസാഇ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹുവ വ അബൂഹു സ്വഹാബിയാനി, ഈ ഇമ്രാൻ ഇബ്നു ഹുസൈൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉബൈദ് അൽ ഖുസായിയും രണ്ടുപേരും സഹാബാക്കളാണ് റളിയല്ലാഹു അൻഹുമ. വമിൻ അഫാദിലി സ്വഹാബത്തി, ശ്രേഷ്ഠരായ സ്വഹാബികളിൽപ്പെട്ടവരാണ്. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ, ഈ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന സഹാബി പറയാണല്ലോ എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ കണ്ടു.
അർറജുലു മുബ്ഹമൻ, ഇവിടെ വ്യക്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് മുബ്ഹമാണ്, ഇന്നയാളെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. വലാകിൻ ജാഅത്തി റിവായത്തു അന്നഹു ഹുവ നഫ്സു ഇമ്രാൻ ബിൻ ഹുസൈൻ. മറ്റ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്ത്, ആ റജുൽ ഒരു വ്യക്തിയെന്ന് ഇമ്രാൻ ബിൻ ഹുസൈൻ പറഞ്ഞത് അദ്ദേഹത്തെ പറ്റി തന്നെയാണ് എന്ന്. ഇമ്രാൻ ബിൻ ഹുസൈൻ തന്നെയായിരുന്നു ആ വ്യക്തിയെന്ന്. ദഖല അല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഖല അലൈ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനടുത്ത് പ്രവേശിച്ചു. വഫി യദിഹി ഹൽഖത്തുൻ, അപ്പോൾ ഈ വ്യക്തിയുടെ, അതായത് ഇമ്രാൻ ബിൻ ഹുസൈൻ, മറ്റു റിപ്പോർട്ടുകൾ പ്രകാരം ഇമ്രാൻ ബിൻ ഹുസൈൻ തന്നെയാണ് ആ വ്യക്തി എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഹൽഖത്തുണ്ട്, ഒരു വളയമുണ്ട്, ഒരു മന്ത്രവളയം. അൽ ഹൽഖത്തു, ഹൽഖത്ത് എന്ന് പറഞ്ഞാൽ ഹിയ അശ്ശൈഉ അൽ മുസ്തദീറു അല്ലദീ യുദാറു അലൽ അദുദി. അദുദ് പറഞ്ഞാൽ ഈ തോളിൻ്റെ ഭാഗത്തെ കൈ ആണ്. ഔ അല ദിറായ്, ദിറായ് പറഞ്ഞാൽ എന്താണ്, ഈ കൈയിൻ്റെ ഒരു ഭാഗം തന്നെ, മുഴം എന്നൊക്കെ പറയും ദിറായ് അല്ലേ. അപ്പോൾ അദുദ് അല്ലെങ്കിൽ ദിറായ്, അങ്ങനെ ആ കയ്യിൻ്റെ ആ ഭാഗത്ത് ചുറ്റി ഇടുന്ന ഒരു മുസ്തദീറായിട്ടുള്ള വട്ടത്തിലുള്ളൊരു സാധനമാണ് ഹൽഖത്ത് എന്ന് പറയുന്നത്. ഔ അലൽ അസ്ബായ്, അല്ലെങ്കിൽ വിരലുകളിലിടുന്നതാണ്. ഫഷൈ ഉൽ മുസ്തദീർ യുസമ്മ ഹൽഖ. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലുള്ള സാധനത്തിന് ഹൽഖ എന്ന് പറയും. അപ്പോൾ ദിക്ർ ഹൽഖ എന്നൊക്കെ പറയില്ലേ. വമിൻഹു തഹല്ലഖ അൽ ഖൗമു ഇദാ ഇസ്തദാറു ഫിൽ ജുലൂസ്. അപ്പോൾ സദസ്സുകളിലെ ആളുകൾ വട്ടത്തിലിരുന്നാൽ അതിന് തഹല്ലഖ എന്ന് പറയും. ഇനി മിൻ സുഫറിൻ, ആ ഹൽഖ എന്തുകൊണ്ടുള്ളതായിരുന്നു? ആ വളയം, ഒരു മന്ത്രവളയം, അത് സുഫർ കൊണ്ടുള്ളതായിരുന്നു. സുഫർ എന്ന് പറഞ്ഞാൽ അസുഫുർ നൗഉമിനൽ മഅദിനി മഅറൂഫ്, അറിയപ്പെട്ട സംഗതിയാണ്. പിച്ചളയാണ്, അതൊരു തരം അലോയാണ്. അലോയ് എന്ന് പറഞ്ഞാൽ ലോഹസങ്കരം, വ്യത്യസ്ത ലോഹങ്ങൾ സംയോജിപ്പിച്ചുണ്ടാക്കുന്നതാണ് ലോഹസങ്കരം. കോപ്പർ, ചെമ്പ്, സിങ്ക്, അത് രണ്ടും കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ് പിച്ചള, ബ്രാസ്, അതാണ് സുഫർ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിച്ചള കൊണ്ടുള്ള വളയം കയ്യിൽ, സഹാബിയുടെ കയ്യിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മഹാ, ഇതെന്താന്ന് ചോദിച്ചു. അള്ളാഹിറു വ്യക്തമാകുന്നത് എന്താണ്? അന്നഹു സുആൽ ഇൻകാരിൻ, അത് വെറുത്തുകൊണ്ടുള്ള, അത് ഇഷ്ടപ്പെടാതുള്ള ഒരു ചോദ്യമാണ്. വഖീല, പറയപ്പെട്ട അന്നഹു സുആൽ ഇസ്തിഫാം, അറിയാൻ വേണ്ടി ചോദിച്ചാന്നും പറയുന്നുണ്ട്. ഫന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅലഹു അൻ ഖസ്ദിഹി ഫീ ഹാദിഹിൽ ഹൽഖ, ഈ വളയം ധരിച്ചത് എന്തിനാണ്, അതിൻ്റെ ഉദ്ദേശം നബി ചോദിച്ചു. ഫഫിഹി ദലീലുൻ അലാ വുജൂബി ഇൻകാരിൽ മുൻകരി, അപ്പം വെറുക്കപ്പെടുന്ന കാര്യം വെറുക്കണം എന്നതിന് അത് നിർബന്ധമാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഫഫിഹി ദലീലുൻ അലാ അന്നൽ ഇൻസാന ലാ യുൻകിറു ഷൈഅൻ ഹത്താ യഅരിഫ മഖ്സൂദ സാഹിബിഹി ഇദാ കാന ഷൈഉ മുഹ്തമിലൻ. ഒരു സംഗതി അതിന് വ്യത്യസ്ത സാധ്യതകളുണ്ടെങ്കിൽ, മുഹ്തമിൽ ആണ് അത് എങ്കിൽ, പിന്നെ അതിൻ്റെ ആ വ്യക്തി, അത് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ അത് ധരിച്ച വ്യക്തി എന്തോ ആട്ടെ, അത് ആ വ്യക്തിയെ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻകാർ ചെയ്യാൻ പാടില്ല എന്നതിനും ഇതിൽ തെളിവുണ്ട്. ഇൻകാന മഖ്സൂദു സാഹിബിഹി ഷർറൻ ഫഇന്നഹു യുൻകിറു, ആ വ്യക്തിയുടെ ഉദ്ദേശം ദോഷമാണ്, ഷർറ് തിന്മയാണ് എങ്കിൽ അതിനെ ഇൻകാർ ചെയ്യണം, അതിനെ വെറുക്കണം എന്നതാണ്. അപ്പോൾ സഹാബി ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിനൽ വാഹിന, ഇത് വാഹിനക്കും വേണ്ടിയിട്ട് ധരിക്കണമാണ് ഈ ഹൽഖ, ഈ വളയം എന്ന്. യാനി ഉദ്ദേശിക്കുന്നത് ലബിസ്തുഹ മിൻ അജ്ലി ദഫ്ഇൽ വാഹിന, വാഹിന തടയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ധരിച്ചിട്ടുള്ളത്. ലി തഖീനി മിൻഹ, വാഹിന അതൊരു തരം രോഗമാണ്, കൈനെ ബാധിക്കുന്നത്, അതിൽ നിന്ന് എന്നെ കാക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, രക്ഷയായിട്ട് കെട്ടിയതാണ് ഞാൻ ഈ വളയം എന്ന്. വൽ വാഹിനത്ത്, വാഹിനത്ത് എന്ന് പറഞ്ഞാൽ മർദുൻ യുസീബുൽ യദ, കൈക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ്. യുസമ്മ ഇൻദൽ അറബി ബിൽ വാഹിന, അതിന് അറബികൾ വാഹിന എന്ന് പറയും. വക്കാന മിൻ ആദത്തിഹിം ലുബ്സുൽ ഹൽഖത്തി മിൻ അജ്ലി തവഖി ഹാദൽ വജ്, ഈ രോഗത്തിന് വേണ്ടിയിട്ട് വളയം, ഇങ്ങനെ മെറ്റൽ കൊണ്ടുള്ള വളയം ധരിക്കുക എന്നത് അവരുടെ ഒരു ആദത്തായിരുന്നു, പതിവാൻ. യസൂമൂന, അവർ വാദിച്ചിരുന്നു എന്ത്, അന്ന ഹാദിഹിൽ ഹൽഖത്ത തദ്ഫഉ ഹാദൽ വജ, ഈ വജ, ഈ ആ തകിട് അങ്ങനെ കെട്ടലുണ്ടല്ലോ, അത് ഈ രോഗം വജായിനെ തടയും എന്ന്, രോഗത്തെ തടയുമെന്ന്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഅഹാ, അത് നീക്കിക്കള, ഊരിക്കള എന്ന്. അന്നസു, നസു എന്ന് പറയുന്ന മാനാഹിൻ്റെ ആശയം അർറഫ് ബിഷിദ്ദ, അതായത് ശിദ്ധത്തോടു കൂടി ഫലമായിട്ട് പെട്ടെന്ന് ഉയർത്ത്, ലിഫ്റ്റ് ചെയ്യുക, എടുത്ത് കളയാം. ഐ ഇർഫഅഹ മുസ്രിഅൻ, പെട്ടെന്ന് നീ അത് നീക്കിക്കളയണം. ബിനസിഇഹ, പെട്ടെന്ന് അത് നീക്കണം എന്നുള്ളതാണ്, നീക്കുക. വനഷീത്തൻ ഫി റഫ്ഇഹിമ, ഫി റഫ്ഇഹ, അത് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് നഷീത്ത്, ഉന്മേഷം കാണിക്കണം. ലാ തത്തവാനി,
നീ ആശങ്കിക്കരുത്, സന്ദേഹിക്കരുത്, സംശയിക്കരുത്. ഫി തർക്കിഹാല ജിസ്മിക്, നിന്റെ ശരീരത്തിൽ അത് ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ നീ സന്ദേഹപ്പെടേണ്ട, സംശയിക്കേണ്ട, അത് പെട്ടെന്ന് നീക്കിക്കൊള്ളണം. ലി അന്നഹ മുദ്ഹിറു ഷിർക്കിൻ, കാരണം അത് ഷിർക്ക് വെളിവാക്കുന്ന സംഗതിയാണ്. ഇങ്ങനെ ഏലസും ഐക്യലൊക്കെ കെട്ടത്. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. ഫഫീഹിൽ മുബാദറതു ബിഇസാലതി മളാഹിർ ഷിർക്ക്, ഷിർക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ ഉളരണം, അതിൽ പെട്ടെന്നാക്കണം എന്നതിൽ ഇതിൽ തെളിവുണ്ട്. വന്നൽ ഇൻസാന ലാ യതവാനി ഫി തർക്കി, അത് ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ അവൻ അമാന്തിക്കരുത്, അമാന്തം കാണിക്കരുത് എന്ന്. സുമ്മ അല്ലല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫി ബഖാഇഹാ അലൈഹി മിന ദറർ, ആ വളയം ശരീരത്തിൽ കിടന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഇല്ലത്ത് പറഞ്ഞു, കാരണം പറഞ്ഞു. എന്താ ഖാല, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹന ഇല്ലാ ളഅഫ ളുഅഫ, അതായത് നിനക്ക് അത് വഹിന് ദുർബലത വർദ്ധിപ്പിക്കുകയല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ രോഗം കൂട്ടേ ഉള്ളൂ അത് ധരിച്ചാൽ. ഫൽ വഹ്നു മഅനാഹ അല്ലോഹു വൽ മർദ്, രോഗം എന്നാണ് വഹ്ന് എന്ന് പറഞ്ഞാൽ. വാഹിന കൈനെ ബാധിക്കുന്നൊരു ലോഹ്, ഒരു ദുർബലത, ഒരു രോഗമാണ്. ഫഹാദ ഫിഹി ദലീലുൻ, അപ്പോൾ ഇതിൽ എന്തിൻ്റെ തെളിവുണ്ട്? അല അന ലുബ്സ ഹാദിഹിൽ അഷ്യാ മിനൽ ഫമിനൽ ഹൽഖത്തി വനഹ്വിഹാ ബിഖസ്ദി ദഫ്ഇൽ ദറരി അന്നഹു യുസബ്ബിബു അക്സൽ മഖ്സൂദ്. അപ്പോൾ ഇതുപോലുള്ള ഐക്കല്ലുകൾ ഇങ്ങനത്തെ ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും? എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കും, ഉപദ്രവം കൂടുക ചെയ്യാം എന്ന്. ഫഇന്നഹു ലുബ്സുഹാമിൻ അജ്ലി തവഖി അൽ മറദ്, രോഗം കാക്കാൻ, രോഗം ഇല്ലാതാക്കാനാണല്ലോ ഇത് ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറ അന്നഹാ തജ്ലിബുൽ മർമ, രോഗം വരുത്തി വെക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. വദാലിക ളാഹിറുൻ ഫില്ലദീന യതആതുന ഹാദിഹിൽ അഷ്യാ, ഇത്തരം സംഗതികളൊക്കെ ഉപയോഗിക്കുന്നവരിൽ അത് വ്യക്തമാണ്. തജിദുഹും ദായിമൻ ഫി ഖലഖിൻ വഫി ഖൗഫ്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ എപ്പോഴും അവർക്ക് പ്രശ്നങ്ങളാണ്, ഭയപ്പാട്, പ്രശ്നങ്ങൾ, ആശങ്കകൾ, മനസ്സിന് സമാധാനമില്ല. ഇങ്ങനെ ചിലപ്പോൾ താൽക്കാലികമായിട്ട് രോഗം ഭേദമാണൊക്കെ ഉണ്ടാവും കേട്ടോ, അത് അള്ളാഹു ഉദ്ദേശിച്ച സമയത്തങ്ങൾ ഭേദമാവുന്നില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഈ പ്രശ്നങ്ങളും രോഗങ്ങളും മനസ്സിന് സമാധാനക്കേടും അത് തീരുന്ന നേരമല്ല. ലാകിന്നല്ലദീ യതവക്കലു അലല്ലാഹി, എന്നാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, ലാ യുഹിമ്മുഹു ഷൈഉൻ, അവനെ ഒന്നും ഒരു ഹിമ്മുൻ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫതജിദ്ഹു നശീതൻ, അവനെപ്പോഴും ഉന്മേഷവാനായിട്ട് കാണും. കവിയൽ അസീമ, നല്ല ദൃഢചിത്തനായിക്കൊണ്ട്. മുർത്താഹ ദമീർ, ഉള്ളു നല്ല റാഹത്ത്. മുൻശരിഹ സദർ, ഹൃദയം, അവൻ്റെ നെഞ്ച് നല്ല ഇൻഷറാഹ് ആയിട്ട്. വതജിദുല്ലദീ യഖാഫ് മിൻ ഗൈരില്ലാഹി വയസ്തഅമിലു ഹാദി, ഇതൊക്കെ ഉപയോഗിക്കുന്ന അള്ളാഹു അല്ലാത്തവരെ ഭയക്കുന്ന ആൾക്കാരുണ്ടല്ലോ. വയസ്തഅമിലു ഹാദിഹി റിബാതാത്ത്, ഇതുപോലുള്ള ഈ ഇങ്ങനെ കെട്ടുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ. ലഈഫുൽ ജിസ്ം മൻഹക്കൽ ഖവി മഹ്മൂമൻ ഹസീന യതഖവഫു മിൻ കുല്ലി ഷൈ, എല്ലാത്തിനെയും ഭയപ്പാടായിരിക്കും, എപ്പോഴും അവന് ദുഃഖം മാറിയ സമയം ഉണ്ടാവില്ല. അതേപോലെ അവൻ്റെ ശരീരമാകെ ലൈഫായിട്ടുണ്ടാകും. ഇതൊക്കെയാണ് അവസ്ഥ. ഫഇന്നക ലൗ മുത്ത വഹിയ അലൈക മാ അഫ്ലഹ്ത അബദ, പിന്നെ നബി എന്ത് പറഞ്ഞു? ആ സാധനം നിൻ്റെ കൈക്ക്, ആ വളയം നിൻ്റെ കയ്യിലായിരിക്കെ നീ മരിച്ചാൽ ഒരിക്കലും നീ വിജയിക്കൂല എന്ന് പറഞ്ഞു. അതായത് ലൗമാത്ത വലം യതുബ് മിൻഹാ മാ അഫ്ലഹ അബദ, നീ അതിൽ നിന്ന് തൗബ ചെയ്യാതെ നീ മരിച്ചാൽ നീ ഒരിക്കലും വിജയിക്കൂല. ഫഹാദാ ഫീഹി ദലീലുൻ, ഇതിലെന്ത് തെളിവുണ്ട്? അലാ എന്തിന്മേൽ? അൽഹംദുലില്ലാഹ്, അന്ന ശിർക ലാ യുഗ്ഫറു ഹത്താ വലൗ കാന ശിർകൻ അസ്ഗറ, ചെറിയ ഷിർക്കാണെങ്കിൽ പോലും അത് പൊറുക്കപ്പെടില്ല എന്നതിന് ഇതിൽ തെളിവുണ്ട്. യുഅദ്ദബു ബിഹി, അതുകൊണ്ട് ശിക്ഷിക്കപ്പെടും. വഇൻ കാന ലാ യുഅദ്ദബു തഅദീബൽ മുശ്രിക്കി ഷിർക്കിൽ അക്ബർ, ഈ മില്ലത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുൽ അക്ബർ ചെയ്ത മുശ്രിക്കിനുള്ള ശിക്ഷ അയാൾക്കില്ലെങ്കിലും, അങ്ങനെ ശിക്ഷിക്കപ്പെടില്ലെങ്കിലും, വലാ യുഖല്ലദു ഫിന്നാർ, അയാൾ നരകത്തിൽ ശാശ്വതവാസമൊന്നുമില്ലെങ്കിലും, ലാക്കിൻ യുഅദ്ദബു ബിഹാ ബിഖദ്രിഹി, അതിൻ്റെ കണക്കനുസരിച്ചുള്ള ശിക്ഷ അവന് കിട്ടും. തൗബ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല നിൽക്കുക. ഇത് ഈ സംഗതി, ഇത്തരം ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്, ഇത്തരം ചെറിയ തരം ഷിർക്കുകൾ അവനിൽ നിന്ന് വന്നുപോയി. പക്ഷേ അതിനവൻ തൗബ ചെയ്യുന്നതിന് മുമ്പ് മരിച്ചാൽ അതിന് അവൻ ശിക്ഷിക്കപ്പെടും പരലോകത്ത് എന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന്, ഈ ഹദീസിൽ നിന്ന്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് അവന് ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാനോട് കൂടിയാണ് മരിച്ചതെങ്കിൽ അവന് ആ ശിക്ഷ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവന് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാപ്പാക്കപ്പെടാം.